പിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ആദ്യ ഭാഗം കരുതൊട്ടു. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടെ പ്രിജിൻസി കണ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഓവർ ടു പ്രിജിൻസി കണ്ണൻ. താങ്ക് യു സ്കെൻ. ഫിഞ്ചൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ നൽകിയ പേരാണ്. അതിനർത്ഥം ശക്തമായ കാറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിൽ എങ്ങനെയാണ് ഓരോ ചുഴലിക്കാറ്റിനും പേരുണ്ടാക്കുന്നത്? ഓരോ രാജ്യങ്ങൾക്ക് അവരുടേതായ പേരുകൾ നിർദ്ദേശിക്കാം. അങ്ങനെ സൗദി അറേബ്യ നിർദ്ദേശിച്ച പേരാണ് ഫിഞ്ചൽ. അതാണ് ഇപ്പോൾ നമ്മുടെ തീരത്ത്, ഇന്ത്യൻ തീരത്ത് ചെറിയ ആശങ്ക ഉയർത്തി ഇപ്പോൾ അത് തീരത്തോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന ഭാഗം. നമുക്ക് സാറ്റലൈറ്റ് ഇമേജറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സാക്ട്ലി ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഫ്ലാഗ് പോസ്റ്റ്, അതിലാണ് ഇപ്പോൾ ഈ ഫിഞ്ചൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ ഐ ഓഫ് സൈക്ലോൺ, ചുഴലിക്കാറ്റിന്റെ കണ്ണ് എന്ന് പറയുന്ന ഭാഗം ഏറ്റവും ഉൾഭാഗത്തുള്ളതാണ്. അവിടെ ഈ ഫ്ലാഗ് പോസ്റ്റിൽ കാണാം 0 km/h, പൂജ്യമാണ് അവിടെ. അതാണ് ചുഴലിക്കാറ്റിന്റെ പ്രത്യേകത. അതിന്റെ ഏറ്റവും ഉൾഭാഗത്ത് ആ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഏറ്റവും കുറവ് വേഗം അനുഭവപ്പെടുക ചുഴലിക്കാറ്റിന്. പക്ഷേ ഔട്ടർ റീജിയനിലേക്ക്, ബാഹ്യ ഭാഗത്തേക്ക് വരുംതോറും ആ വേഗം കൂടി വരും. ഞാൻ ഈ ഫ്ലാഗ് പോസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ വേഗം കൂടി വരുന്നത്. മാത്രമല്ല അതിൻ്റെ വ്യത്യസ്ത നിറങ്ങളിൽ അത് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഔട്ടർ റീജിയനിൽ വരുമ്പോൾ അതൊരു ചുവന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും വേഗം അനുഭവപ്പെടുക. മാത്രമല്ല ഏറ്റവും ഉള്ളിൽ അത് 0 ആയി കിടക്കുന്ന ഭാഗം നീലയാണ്. പിന്നീട് അത് പുറം പാളികളിലേക്ക് വരുമ്പോൾ അത് പച്ചയായും മഞ്ഞയായും ഓറഞ്ചായും പിന്നീട് ഏറ്റവും ഒടുവിൽ ചുവപ്പായും മാറുന്നുണ്ട്. അതിന്റെ വേഗം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കുക, ഞാൻ ഈ ഫ്ലാഗ് പോസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഇതിപ്പോൾ കടൽ ഭാഗമാണ്, ബംഗാൾ ഉൾക്കടലാണ്. അവിടത്തേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഓരോ റീജിയനിലേക്ക് വരുംതോറും എങ്ങനെയാണ് കിലോമീറ്റർ വ്യത്യാസപ്പെടുന്നത് നോക്കുക. ഏറ്റവും ഔട്ടർ റീജിയനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കടലിൽ ഏതാണ്ട് 60 കിലോമീറ്ററിലധികം വേഗത്തിലാണ് ആ കാറ്റ് വീശുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ ഈ പറയുന്ന ഭാഗത്ത്, അതായത് അതിന്റെ പടിഞ്ഞാറൻ മേഖലയിലൊക്കെ തന്നെ ശക്തമായ കാറ്റ് ഉൾക്കടലിൽ വീശുന്നുണ്ട്. അതായത് ആ ചുഴലിക്കാറ്റിന്റെ ഒരു ഭാഗം ഇപ്പോഴും കടലിൽ തന്നെയാണ്, അതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് കര തൊട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇനി അടിച്ച് കയറാൻ പോകുന്നത് പ്രധാന ഭാഗമാണ് കരയിലേക്ക്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നതാണ് നമ്മളെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുന്നത്. പക്ഷേ വലിയൊരു വേഗം ഇത് കൈവരിക്കില്ല എന്ന കാര്യം ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആകെയുള്ളൊരു അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ സഞ്ചാരഗതിയിലാണ്. അതിങ്ങനെ ഓരോ രീതിയിലും മാറി വരുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ സഞ്ചാരഗതി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കുക, ഇപ്പോൾ ഇതിന്റെ ഔട്ടർ റീജിയനിലേക്ക് വരുന്തോറും അത് കൂടി വരുന്നത് കാണാം. ഇനി കരഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നോക്കുക. ചെന്നൈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജറി പ്രകാരം ഏതാണ്ട് 30 km/h ഈ കാറ്റിന്റെ വേഗം, അതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നത്. 7 കിലോമീറ്റർ എന്നൊക്കെ ഉള്ളത് മണിക്കൂറുകൾ മുൻപ് രേഖപ്പെടുത്തിയ പ്രകാരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ സാറ്റലൈറ്റിൽ കൃത്യമായി പറയുന്നു ഏതാണ്ട് 30 കിലോമീറ്ററൊക്കെ വേഗത്തിൽ ആ കാറ്റ് അവിടെ വീശുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കരഭാഗത്ത് നമുക്കറിയാം അവിടെ വലിയ ബിൽഡിങ്ങുകളുണ്ട്, മരങ്ങളുണ്ട്, മലകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ കാറ്റിന്റെ വേഗം സ്വാഭാവികമായിട്ടൊന്ന് കുറയും. പക്ഷേ ഇനി കടന്നു വരാനുള്ള ഈ മേഖല എന്ന് പറയുന്നത് ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്ന മേഖലയാണ്. ഈ ഒരു ഭാഗത്തേക്കാണ്, അതായത് നമ്മുടെ ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഈ കാറ്റ് വീശുന്നതെങ്കിൽ അത് ചെന്നൈ കേന്ദ്രമാക്കി, ചെന്നൈ ലാക്കാക്കിയാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മാപ്പിൽ കാണിക്കുന്ന ചെന്നൈ, താമ്പരം, ചെങ്കൽപ്പേട്ട്, കൽപ്പാക്കം, ചേയൂർ, മരക്കാനം, പുതുച്ചേരി, ഇതൊക്കെ തീരദേശ മേഖലകളാണ്. ഇവിടെയൊക്കെ തന്നെ ശക്തമായ രീതിയിൽ ഈ കാറ്റ് വീശും. പക്ഷേ ഈ മേഖലകളിൽ ഇപ്പോൾ ചെന്നൈ അടക്കമുള്ള മേഖലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതിന് കാരണം മഴ അവിടെ കുറയും, പക്ഷേ കാറ്റ് ശക്തമായി വീശും. കാറ്റിനി കരയിലേക്ക് അടിച്ചു കയറി വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള പടിഞ്ഞാറൻ മേഖലകളിലാണ് ശക്തമായ മഴ പെയ്യുക. അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന കാര്യമാണ്. അതായത് ഈ തണുത്ത കാറ്റ് വീശിക്കഴിഞ്ഞാൽ അവിടെയുള്ള മരങ്ങളിലും മലയിലും വലിയ ബിൽഡിങ്ങുകളൊക്കെ തട്ടി അവിടെ മഴ പെയ്യും സ്വാഭാവികമായിട്ടും. നേരത്തെ SK അടക്കം സൂചിപ്പിച്ച കാര്യമുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും രീതിയിൽ അതിനെ ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഈ മാപ്പിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അതായത് ഈ ഒരു മേഖലയിലേക്കാണ് കാറ്റിന്റെ സഞ്ചാരഗതി എന്ന് പറയുന്നത്. അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഈ കാറ്റ് നീങ്ങുന്നത്, ഈ രീതിയിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ അതിന്റെ അടുത്ത സഞ്ചാരം എങ്ങോട്ടാണ് എന്ന് നോക്കുമ്പോൾ അത് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പടിഞ്ഞാറൻ മേഖലയിലേക്ക് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഭാഗങ്ങളിലേക്കാണ്, നമ്മുടെ കോയമ്പത്തൂർ, അതുപോലെ മംഗലാപുരം, കണ്ണൂർ, ആ മേഖലയിലേക്കാണ് കാറ്റിന്റെ ഒരു ഗതി ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ വടക്കൻ കേരളത്തിലായിരിക്കും ഈ പറയുന്ന ഫിഞ്ചൽ എന്ന് പറയുന്ന കാറ്റുകൊണ്ട് കൂടുതലായി മഴ ലഭിക്കുക എന്നൊരു പ്രഡിക്ഷനിലേക്ക്, എന്നൊരു അനുമാനത്തിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എത്താം. കാരണം ഈ മേഖലയിലുള്ള എന്താണ് പറയുക, പശ്ചിമഘട്ട മലനിരകളുണ്ട്, അവിടെയൊക്കെ ഈ കാറ്റ് തട്ടി ഈ മേഖലയിൽ കൂടുതലായി മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഒന്ന് കാണുന്നത്. ഇനി നമുക്ക് ഒരു ഗ്രാഫ് കൂടി കാണണം, അതിലായിരിക്കും കൂടുതൽ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുക. അത് പറയുന്നതിൻ്റെ സഞ്ചാരഗതിയിലുള്ള അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. നോക്കുക, ബംഗാൾ ഉൾക്കടലിൽ ആദ്യം രൂപം കൊണ്ടത് ഇവിടെയാണ്. ന്യൂനമർദ്ദമായി രൂപം കൊള്ളുന്നു, പിന്നീട് ചുഴലിക്കാറ്റായി മാറുന്നു. അതിന്റെ സൈക്ലോണിന്റെ സഞ്ചരിച്ച മേഖലകളാണിത്. നോക്കുക, ആദ്യഘട്ടത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഇതിന്റെ സഞ്ചാരഗതി ഉണ്ടായത്. അത് പിന്നെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു,
ഇപ്പോഴുള്ള സ്ഥലം ഇതാണ്. ഇതാണ് സൈക്ലോണിന്റെ ഐ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയാണുള്ളത്. ചെന്നൈയോട് ചേർന്ന് കിടക്കുന്നു. ഒരു ഭാഗം ചെന്നൈയിലേക്ക് വീശി അടിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡിഫ്ലക്ഷൻ, അതായത് ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള ഗതിയിൽ നിന്നും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായത് പടിഞ്ഞാറിലേക്ക് നീങ്ങുന്നു. പ്രോപ്പർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇനി ഈ പറയുന്ന വയലറ്റ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗം പ്രഡിക്ഷനാണ്. അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞായറാഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രഡിക്ഷനാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായി പറയുന്നു, ഇത് പടിഞ്ഞാറിലേക്ക് തന്നെയായിരിക്കും അടിക്കുക എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കടന്നു പോവുക കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലൂടെ, മംഗലാപുരത്തിനിടയിലും പടിഞ്ഞാറേക്ക് വരും. ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മലനിരകളുണ്ട്, അവിടേക്ക് ശക്തമായ മഴ പെയ്യും എന്നൊരു പ്രഡിക്ഷൻ, ഒരു അനുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. മൈസൂർ അടക്കമുള്ള മറ്റു മേഖലകളിലും ശക്തമായ മഴയുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഓക്കെ, താങ്ക് യു പ്രജിൻസി കണ്ണൻ. എന്തായാലും തമിഴ്നാട്ടിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ വരെ ആളുകൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങാനും പാടില്ല. മീൻ പിടിക്കാൻ പോകുന്നതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യാനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ്. വെള്ളക്കെട്ടും ചെന്നൈയുടെ പല ഭാഗത്തും രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും നല്ല കാറ്റടിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഗീസ് അവിടെ നിന്നും അറിയിക്കുന്നത്.